ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരനും മാലതിയും കൂടിയിട്ട് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അലീന അവിടെ കാണുകയാണ്. അപ്പോൾ അലീന ആരാണെന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അലീന തന്നെ പരിചയപ്പെടുത്തുന്ന ഇവിടുത്തെ സെർവൻ്റാണെന്ന്. ഇത്രയും നല്ലൊരു കുട്ടീനെ കാണുമ്പോൾ അവർക്കൊരു ഇഷ്ടമൊക്കെ തോന്നും കേട്ടോ. കാരണം അത്ര നല്ലൊരു പെൺകുട്ടീനെ സെർവൻ്റായിട്ട് പിന്നെ വരാൻ എന്താണ് കാരണം എന്നുള്ളത് മാലതിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതിനകത്ത് കയറിയതിന് ശേഷം അലീനയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ബാലേന്ദ്രൻ്റെ അന്നത്തെ ആ ഒരു മിസ്സിങ്ങിൻ്റെ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയണമെന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ സംഭവങ്ങളൊക്കെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീനനെ കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ അവരറിയുന്നു, ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അലീന ഓർഫനേജിലായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു ഒക്കെ പറയുമ്പോൾ ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും അങ്ങനെ അലീനയ്ക്ക് എന്തായാലും ആ കുട്ടി മരിച്ചു പോയി എന്നുള്ള ഇവർ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അവരും ചിന്തിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ആരാണ് ഇത് പറഞ്ഞതെന്ന് ഗംഗാധരൻ അറിയണം. അതാണ് അലീനയോട് അന്നത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. ഇതേ സമയം ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലേന്ദ്രനെ കാണാനായിട്ട് ബബി വരുന്നുണ്ട്. മനുവിൻ്റെ കൂടെയാണ് വരുന്നത്. അപ്പോൾ ഫോണൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബബീനെ കാണാൻ അനുവദിക്കുന്നുണ്ട്, കൃഷ്ണമോള് കാണാൻ പോകുന്നുണ്ട്, അതുപോലെ മനുവിനെ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബാലേന്ദ്രൻ്റെ പെങ്ങളെ ഭർത്താവ് ഗോവർദ്ധനൻ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് വരികയാണ് കേട്ടോ ബാലേന്ദ്രനെ. അപ്പോൾ ബാലേന്ദ്രൻ്റെ അനുവാദം ചെന്ന് ചോദിച്ചപ്പോൾ ബാലേന്ദ്രൻ അകത്തേക്ക് കയറ്റി വിടാൻ പറഞ്ഞതൊക്കെ കണ്ടിട്ട് വൈജയന്തിക്ക് ആകെ ദേഷ്യം വരികയാണ്. അപ്പോൾ മനുവിനോടും ഗോവർദ്ധനോടും ഒക്കെ ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും കാണാം, വഴി കൂടെ പോകുന്നവർക്ക് മുഴുവൻ കാണാം, പക്ഷേ എനിക്ക് മാത്രമേ കാണാൻ പറ്റാത്തുള്ളൂ, എനിക്ക് മാത്രമേ ഭ്രഷ്ടുള്ളൂ അല്ലേ, ബാലേന്ദ്രൻ എന്താണ് എന്നെ ഇങ്ങനെ തള്ളിക്കളയുന്നതെന്ന് മനുവിനോട് ചോദിക്കുകയാണ്. അപ്പം മനു പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, എന്തായാലും ആൻറ്റിനെ കാണാൻ മാത്രം താല്പര്യമില്ല എന്നുള്ള കാര്യം പറയുന്നുള്ളൂ എന്നാണ് പറയണതെന്ന് അറിയട്ടോ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ആകെ ടെൻഷനാവാണ് കേട്ടോ. ഇതെന്താണ് ഇങ്ങനെ സംഭവം, എന്തോ ഒരു കാര്യം ബാലേന്ദ്രൻ്റെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യം വൈജയന്തിക്ക് മനസ്സിലാവണം. വൈജയന്തിക്ക് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. എല്ലാവർക്കും കാണാൻ അനുവാദമുണ്ട്, എന്നെ മാത്രം കാണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവസാനം തള്ളിക്കയറി ലാസ്റ്റ് ഡിസ്ചാർജിൻ്റെ അന്ന് വൈജയന്തി അവിടേക്ക് കയറുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെന്നതിന് ശേഷം ബാലേന്ദ്രനും വൈജയന്തി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ആവുകയാണ് കേട്ടോ. മനുവാണ് അത് ഇവരെ രണ്ടുപേരെ ആശ്വസിപ്പിക്കുന്നത്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഗംഗാധരനും മാലതിയൊക്കെ ഹോസ്പിറ്റലിൽ വന്നു, പക്ഷെ അവർക്കൊന്നും കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം അവരെ കയറ്റിയില്ല. പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നതിന് ശേഷമാണ് വീണ്ടും ബാലേന്ദ്രൻ ശരിക്കും വൈജയന്തിയോട് നേരിട്ടൊരു യുദ്ധം എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണേ. കാരണം വൈജയന്തിയോട് ഇത് ചോദിക്കുന്നൊന്നുമില്ല, പക്ഷേ വൈജയന്തിനോട് തീരാത്ത പകയും വെറുപ്പും വെച്ചിട്ടാണ് ബാലേന്ദ്രൻ പെരുമാറുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അലീനയാണ്. കാരണം അലീനയോട് അപ്പം അന്നത്തെ ദിവസം ഒരു ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് അലീന തൻ്റെ ജീവൻ രക്ഷിച്ചോട് കൂടിയിട്ട് ബാലേന്ദ്രൻ്റെ മനസ്സിൽ അലീനയോടുള്ള ഒരു ദേഷ്യം മാറുകയാണ്. മാത്രമല്ല അലീനയോട് കൂടുതൽ അടുക്കുകയും വൈജയന്തിയെ വെറുക്കുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് അലീനയോടുള്ള ഒരു വെറുപ്പ് വൈജയന്തിക്ക് കൂടാണ് കേട്ടോ. കാരണം എന്തൊരു കാര്യത്തിനും ഏതൊരു കാര്യത്തിനും അലീനനെ തന്നെയാണ് വിളിക്കുന്നത്, വൈജയന്തിനെ അടുത്തേക്ക് പോലും അടുപ്പിക്കുന്നില്ല. അപ്പം ഇന്നലത്തെ പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നു, വൈജയന്തി ബെഡിൽ കിടക്കാൻ പോകുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ താഴെയാണ് കിടക്കുന്നത്, ഞാനിവിടെ ബെഡിലും നിനക്കും എനിക്കും ഇടയിലൊരു രേഖ ഞാൻ വരച്ചിട്ടുണ്ട്, ആ രേഖ അവിടെ തന്നെ ഉണ്ടാവും, നമ്മൾ ഇനി തീരാത്ത ശത്രുവാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കണം. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് ബാലേന്ദ്രൻ വിട്ട് പറയുന്നില്ല. വൈജയന്തിക്ക് ആകെ ടെൻഷനാവാണ്. അപ്പോൾ അലീനയോടാണെന്നുണ്ടെങ്കിൽ വൈജയന്തിക്ക് വീണ്ടും ദേഷ്യം വരിക കേട്ടോ. കാരണം എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അലീനയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അലീനയും ബാലേന്ദ്രനും തമ്മിൽ അരുതാത്തതൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ വൈജയന്തി ചിന്തിച്ചു കൂട്ടുന്നത്. മാത്രമല്ല ഓരോരോ പ്രശ്നങ്ങൾ വീണ്ടും ആ വീട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാലേന്ദ്രൻ എല്ലാത്തിലും നിന്നും വൈജയന്തിനെ ഒഴിവാക്കി. ഇത് കണ്ടിട്ട് വൈജയന്തിക്ക് സഹിക്കാൻ പറ്റാണ്ട് വീണ്ടും അലീനയോട് വഴക്കുണ്ടാക്കാണ്. അപ്പം അലീനയാണെന്നെങ്കിലും തിരിച്ച് നല്ല മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല വൈജയന്തിൻ്റെ പൂർവ്വകാലം തനിക്കറിയാന്നുള്ള കാര്യം തുറന്ന് പറയുന്നുണ്ട്. നിനക്ക് എന്തറിയാന്നാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാതും അറിയാം, എല്ലാന്ന് പറഞ്ഞാൽ എല്ലാം എന്ന് പറയുകയാണ്. ഇത് കേട്ടോട് കൂടിയിട്ട് ആകെ ടെൻഷനാവാണ് കേട്ടോ വൈജയന്തിക്ക്. അപ്പോൾ വൈജയന്തിക്ക് തന്നെ ശരിക്കും മനസ്സിലായി തൻ്റെ പൂർവ്വകാലമൊക്കെ അലീനയ്ക്ക് അറിയാം, അതെങ്ങനെ അറിഞ്ഞു എന്നുള്ള ടെൻഷനൊക്കെ ആവുകയാണ്. അപ്പോൾ ഇനി അതെങ്ങാനും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ വൈജയന്തിക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം വൈജയന്തി അലീനനായിട്ട് വഴക്കായിട്ട് അലീനയുടെ മുഖത്തടിക്കുന്നുണ്ട് കേട്ടോ. കാരണം വൈജയന്തി അലീനയോട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അലീനനെ പറഞ്ഞയക്കാനുള്ള കാര്യങ്ങൾ വൈജയന്തി നോക്കുമ്പോൾ പക്ഷേ ബാലേന്ദ്രൻ സമ്മതിക്കില്ല.
ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതെൻ്റെ വീടാണ്, ഇവിടെ ആര് നിൽക്കണം ആര് നിൽക്കണ്ട തീരുമാനിക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് തന്നെ അലീനനെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നില്ല എന്നുള്ളൊരു ശക്തമായ തീരുമാനം എടുക്കുമ്പോൾ വൈജയന്തിക്ക് വീണ്ടും പക കൂടുകയാണ്. അങ്ങനെ അലീനയുടെ മുഖത്തടിക്കുന്ന ഭാഗമൊക്കെ പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു എപ്പിസോഡുകളിലൊക്കെ ഈ ഒരു വിഷയങ്ങൾ തന്നെയാണ് കേട്ടോ. അലീനനെ വൈജയന്തിനെ തള്ളിക്കളഞ്ഞ് അലീനനെ ചേർത്ത് പിടിക്കുകയാണ് ബാലേന്ദ്രൻ. ശരിക്കും ഒരു മകളോടുള്ളൊരു സ്നേഹം ഈ കാര്യങ്ങളൊക്കെ തോന്നുകയാണ് ബാലേന്ദ്രനോട്. കാരണം ബാലേന്ദ്രൻ അലീനയോട്, കാരണം അലീന എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ ചെയ്തു കൊടുക്കുകയാണ്. വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് ചെല്ലുന്നുമില്ല, ഇനിയിപ്പോൾ ചെന്നാൽ തന്നെ ബാലേന്ദ്രനെ അടുപ്പിക്കുന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.